Hello everyone. So the next topic in module 5 is nested transactions. So till now we were discussing about transactions and we have seen concurrency control and various problems that are associated with it, and serial equivalence can be used as a method to solve some of the problems. Okay, now we'll see the concept of nested transactions. Nested എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് പുതിയ വേറെ ട്രാൻസാക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്ത് വിടുന്നതിനെയാണ് നെസ്റ്റഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ദ ഫിഗർ യു ക്യാൻ സി ടി ഈസ് എ ടോപ്പ് ലെവൽ ട്രാൻസാക്ഷൻ, ദെൻ T1 and T2 ആർ സബ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഓപ്പൺ സബ് ട്രാൻസാക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ T1 T2 ജനറേറ്റ് ചെയ്തു, ദെൻ T1 ഈസ് അഗെയിൻ ജനറേറ്റിംഗ് അനദർ ട്രാൻസാക്ഷൻ, another two transactions T11 and T12. Similarly T2 is generating T21, then T21 is generating another transaction T211. Like that it goes on. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെ ട്രാൻസാക്ഷൻസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് റിഗാർഡിങ് കമ്മിറ്റ് ആൻഡ് അബോർട്ട് അതൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ nested transactions extend the transaction model by allowing transactions to be composed of other transactions. Thus, several transactions may be started from within a transaction, following transactions to be regarded as modules that can be composed as required. Okay, അപ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് വേറെ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. The outermost transaction in a set of nested transaction is called ടോപ്പ് ലെവൽ ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഔട്ടർമോസ്റ്റ് ട്രാൻസാക്ഷനെയാണ് ടോപ്പ് ലെവൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻസ് അതർ ദാൻ ടോപ്പ് ലെവൽ ട്രാൻസാക്ഷൻസ് ആർ കോൾഡ് സബ് ട്രാൻസാക്ഷൻ. അപ്പോൾ ടോപ്പ് ലെവൽ അല്ലാത്തവരെയൊക്കെ സബ് ട്രാൻസാക്ഷൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് നൗ വിൽ സീ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിംഗ് നെസ്റ്റഡ് ട്രാൻസാക്ഷൻസ്. എ സബ് ട്രാൻസാക്ഷൻ അപ്പിയേഴ്സ് atomic to its parent with respect to transaction failures and to concurrent access. Okay, that is the first advantage. അത് ഒരു സബ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പേരൻറ്റിന് അത് ഒറ്റ യൂണിറ്റായിട്ട് നടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പം അതിനകത്ത് ഫെയിലിയർ വന്നാലും കൺകറൻറ്റ് ആക്സസ് വന്നാലും ഒക്കെ ഒരു അറ്റോമിക് ആക്സസ് പോലെയാണ് അതിനുള്ളത്. സബ് ട്രാൻസാക്ഷൻ അറ്റ് ദ സെയിം ലെവൽ സച്ച് as T1 and T2 can run concurrently, but their access to common objects is serialized. ഇനി സെയിം ലെവലിലുള്ളവർക്ക് കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം, പക്ഷെ രണ്ടുപേരും കോമൺ ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സീരിയലൈസ് ചെയ്യണം. ഈ സബ് ട്രാൻസാക്ഷൻ ക്യാൻ ഫെയിൽ ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഇറ്റ്സ് പേരൻറ്റ് ആൻഡ് ഓഫ് അതർ സബ് ട്രാൻസാക്ഷൻ. ഇനി ഓരോ സബ് ട്രാൻസാക്ഷനും ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ്ലി ഫെയിലാവാം, പേരൻറ്റ് ഫെയിലാവണം എന്നില്ല, പിന്നെ അതിൻ്റെ പാരലൽ സബ് ട്രാൻസാക്ഷനും ഫെയിലാവണം. And when a sub-transaction aborts, the parent transaction can sometimes choose an alternative sub-transaction to complete its task. അപ്പോൾ ഇനി ഒരു സബ് ട്രാൻസാക്ഷൻ അബോർട്ടഡായി, അങ്ങനെയാണെങ്കിൽ പേരൻറ്റിന് വേറൊരു സബ് ട്രാൻസാക്ഷൻ ജനറേറ്റ് ചെയ്യാം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, a transaction to deliver a mail message to a list of recipients could be structured as a set of sub-transactions, each of which delivers the message to one of the recipients. അപ്പോൾ ഒരു മെയിൽ ഡെലിവറി, കുറേ റെസിപ്പിയൻസിന് മെയിൽ ഡെലിവർ ചെയ്യാനായിട്ട് ഓരോ ട്രാൻസാക്ഷൻ, അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഒരാൾക്ക്, ഒരു റെസിപ്പിയൻറ്റിന് മെയിൽ ഡെലിവർ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ സബ് ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ വൺ ഓർ മോർ സബ് ട്രാൻസാക്ഷൻ ഫെയിലായി കഴിഞ്ഞാൽ പേരൻറ്റ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, ആ ഫാക്റ്റ് റെക്കോർഡ് ചെയ്യണം, അതിനുശേഷം പേരൻറ്റിന് കമ്മിറ്റ് ചെയ്യാം. വിത്ത് ദ റിസൾട്ട് ദാറ്റ് ഓൾ ദി സക്സസ്ഫുൾ ചൈൽഡ് ട്രാൻസാക്ഷൻസ് കമ്മിറ്റ്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ളവർ മാത്രം കമ്മിറ്റ് ചെയ്യുക, ഫെയിലായിട്ടുള്ളവരെ റോൾ ബാക്ക് ചെയ്ത് അവരെ സ്റ്റോപ്പ് ചെയ്യുക. Okay, it could then start another transaction to attempt to redeliver the messages that were not sent the first time. അതിനുശേഷം പേരൻറ്റിന് വേണമെങ്കിൽ പുതിയൊരു ട്രാൻസാക്ഷൻ ജനറേറ്റ് ചെയ്യാം, ആദ്യത്തെ സ്റ്റെപ്പിൽ നടക്കാത്ത ഡെലിവറി ഓഫ് മെസ്സേജസ് ഈ ട്രാൻസാക്ഷന് അസൈൻ ചെയ്യാം. Okay, so sub transactions can commit or abort
ഇൻഡിപെൻഡൻ്റ്ലി. ഓക്കെ, അവർക്ക് കമ്മിറ്റോ അബോർട്ടോ ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യാൻ പറ്റും. ഇൻ കമ്പാരിസൺ വിത്ത് എ സിംഗിൾ ട്രാൻസാക്ഷൻ എ സെറ്റ് ഓഫ് നെസ്റ്റഡ് ട്രാൻസാക്ഷൻ ഈസ് പൊട്ടൻഷ്യലി more robust. So it is seen that set of nested sub transaction is considered to be more robust than a single transaction. Now nested transaction rules. ഇനി കമ്മിറ്റ് ചെയ്യാനുള്ള റൂൾസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. A transaction may commit or abort only after its child transactions have completed. ഓക്കെ, നമ്മൾ പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് പോലെ ഒരു ട്രാൻസാക്ഷൻ, പുതിയൊരു ട്രാൻസാക്ഷൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എക്സിക്യൂഷൻ കഴിഞ്ഞ് മാത്രമേ പേരൻറ്റിന് കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്മിറ്റ് ഓർ അബോർട്ട്. Okay, when a sub-transaction completes, it makes an independent decision either to commit provisionally or to abort. ഓക്കെ, ഇനി സബ് ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ അതിന് ഒരു ഡിസിഷൻ എടുക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് കമ്മിറ്റ് ചെയ്യണോ ഓർ അബോർട്ട് ചെയ്യണോ. ആൻഡ് ഇറ്റ്സ് ഡിസിഷൻ ടു അബോർട്ട് ഈസ് ഫൈനൽ. എന്ന് പറഞ്ഞാൽ അബോർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിപ്പോൾ ചെയ്ത എല്ലാ കാര്യവും അൺഡു ആയിപ്പോവും. പ്രൊവിഷണലി കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് ഫൈനൽ കമ്മിറ്റ്, പേരൻറ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ അതിനെല്ലാം അത് ഫൈനൽ കമ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വെൻ എ പേരൻറ്റ് അബോർട്ട്സ് ഓൾ ഓഫ് ഇറ്റ്സ് സബ് ട്രാൻസാക്ഷൻസ് ആർ അബോർട്ടഡ്. ഇപ്പോൾ പേരൻറ്റ് അബോർട്ട് ചെയ്യുകയാണെങ്കിൽ താഴെയുള്ള എല്ലാവരും അബോർട്ടഡ് ആവും. അത് നമ്മുടെ എക്സാമ്പിളിൽ T2 എന്ന് പറഞ്ഞ, ഇപ്പം നമ്മൾ ആദ്യം കാണിച്ച എക്സാമ്പിളിൽ T2, ഇവിടെ T21 ജനറേറ്റ് ചെയ്തു, T21 T211 ഒക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് അബോർട്ട് ചെയ്യുക T2. ഇത് അബോർട്ട് ചെയ്താൽ ഇനി താഴോട്ടുള്ള എല്ലാവരും അബോർട്ടഡ് ആവും. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് T2 aborts, then T21 and T211 must also abort even though they may have provisionally committed. അവർ പ്രൊവിഷണലി കമ്മിറ്റ് ചെയ്തതായിരുന്നെങ്കിൽ കൂടി പേരൻറ്റ് അബോർട്ട് ചെയ്താൽ അവരെല്ലാം അബോർട്ടഡ് ആവും. വെൻ എ സബ് ട്രാൻസാക്ഷൻ അബോർട്ട്സ് ദ പേരൻറ്റ് ക്യാൻ ഡിസൈഡ് വെദർ ടു അബോർട്ട് ഓർ നോട്ട്. അപ്പം നേരെ തിരിച്ച് സബ് ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്താൽ പേരൻറ്റ് അബോർട്ട് ആവണം എന്നില്ല. പേരൻറ്റിന് ഡിസൈഡ് ചെയ്യാം വെദർ ടു അബോർട്ട് ഓർ നോട്ട്. If the top level transaction commits, then all the sub transactions that have provisionally committed can commit to, provided that none of their ancestors has aborted. ഓക്കെ, അപ്പോൾ ഇനി സബ് ട്രാൻസാക്ഷൻസ് അവരുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ പ്രൊവിഷണലി കമ്മിറ്റ് ചെയ്താണ് പോകുന്നത്. എന്നിട്ട് ഏറ്റവും ടോപ്പ് ലെവൽ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ സബ് ട്രാൻസാക്ഷൻസിന് എല്ലാം കമ്മിറ്റ് ചെയ്യാം, പ്രൊവൈഡഡ് അവരുടെ ഒരു ആൻസിസ്റ്ററും അബോർട്ടഡ്, അതിൻ്റെ ഇടയ്ക്കുള്ള ആരെങ്കിലും അബോർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് താഴോട്ടുള്ള എല്ലാവരും അബോർട്ടഡ് ആവും. ഓക്കെ, സോ ടീസ് കമ്മിറ്റ്മെൻറ്റ് അലൗസ് T11 and T12 to commit, but not T21 and T211 since their parent T2 aborted. നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിളിൽ T കമ്മിറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാവർക്കും കമ്മിറ്റ് ചെയ്യാം, പക്ഷേ ഇവർക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. T21ഉം 211ഉം കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം T2 അബോർട്ട് ചെയ്തേക്കുന്നതാണ്. Okay, note that the effects of a sub-transaction are not permanent until the top-level transaction commits. അപ്പോൾ സബ് ട്രാൻസാക്ഷൻ്റെ എഫക്ട്സ് പെർമനൻ്റ് അല്ല ഏതുവരെ, ടോപ്പ് ലെവലിൽ കമ്മിറ്റ് ചെയ്യുന്നവരെ. അവർ പ്രൊവിഷണലി കമ്മിറ്റ് ചെയ്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ കമ്മിറ്റ് ചെയ്യുമ്പോഴാണ് അവർ പെർമനൻറ്റ് കമ്മിറ്റ് വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നെസ്റ്റഡ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നെസ്റ്റഡിൽ എന്താണ് നെസ്റ്റഡ് ട്രാൻസാക്ഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് സം ഓഫ് ദ റൂൾസ് ഫോർ കമ്മിറ്റിംഗ് nested transactions. Okay, now the next topic in module 5 is locks. It is a serializing mechanism. നമ്മൾ സീരിയൽ ഇക്വലൻസ് വഴി ഒരു പരിധിവരെ കൺകറൻസി കൺട്രോൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിൻ്റെ കുറച്ചുകൂടി അവിടെ നമ്മൾ പറഞ്ഞിരുന്നു 3 ഓൾട്ടർനേറ്റീവ് അപ്രോച്ചസിൽ ഫസ്റ്റ് വൺ ലോക്കിംഗ് ആയിരുന്നു. സോ വിൽ സി ലോക്സിൻ്റെ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. Transactions must be scheduled so that their effect on shared data is serially equivalent. Okay, എപ്പോഴും ഷെയർഡ് ഡേറ്റ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം,
അവരെ ആക്സസ് ചെയ്യുന്നത് സീരിയലായിട്ട് ആക്സസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കണം. അതിനെയാണ് സീരിയൽ ഇക്വലൻസ് എന്ന് പറയുന്നത്. എ സിമ്പിൾ എക്സാമ്പിൾ ഓഫ് എ സീരിയലൈസിങ് മെക്കാനിസം ഇസ് ദ യൂസ് ഓഫ് എക്സ്ക്ലൂസീവ് ലോക്സ്. ഓക്കെ, അപ്പോൾ സീരിയലൈസ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ്, ശരിക്കും ഒരു മെക്കാനിസമാണ് എക്സ്ക്ലൂസീവ് ലോക്സ്. In this locking scheme, server attempts to lock any object that is about to be used by any operation of a client's transaction. അപ്പോൾ സെർവർ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്ലയൻറ്റ് ട്രാൻസാക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലോക്ക് ചെയ്ത് വെക്കും, സോ ദാറ്റ് വേറെ ആരും അതിപ്പോൾ എടുക്കരുത് എന്നുള്ള ഒരു concept. If a client requests access to an object that is already locked due to another client's transaction, the request is suspended and the client must wait until the object is unlocked. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് അയച്ചു, ഒരു ഒബ്ജക്റ്റിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ്. അപ്പോൾ വേറൊരാൾ ആ സെയിം ഇതിൽ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റിക്വസ്റ്റ് അതിനെ ലോക്ക് ചെയ്തേക്കുകയാണെങ്കിൽ ആ പുതിയ റിക്വസ്റ്റ് സസ്പെൻഡ് ചെയ്യും. എന്നിട്ട് ആ ക്ലയൻറ്റ് വെയിറ്റ് ചെയ്യണം ഏതുവരെ, ആ ഒബ്ജക്റ്റിനെ അൺലോക്ക് ചെയ്യുന്നവരെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സീരിയലൈസേഷൻ അവിടെ വരും. ഓക്കെ, so this is the example that we have already seen, transaction T and U. അത് നമ്മൾ ഇവിടെ സീരിയലൈസ് ചെയ്തിരിക്കുന്ന ലോക്ക് വെച്ച് സീരിയലൈസ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓപ്പൺ ട്രാൻസാക്ഷൻ ടിയുടെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ബാലൻസ് ഈക്വൽ ടു ബി ഡോട്ട് ഗെറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അക്കൗണ്ട് ബിയിൽ നിന്ന് ബാലൻസ് ഗെറ്റ് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് ബി ലോക്ക് ചെയ്തു. ഓക്കെ, ദെൻ ബാലൻസ് അപ്ഡേറ്റ് ചെയ്തു. ദെൻ എ ഡോട്ട് വിത്ഡ്രോ വന്നപ്പോൾ ലോക്ക് എ ചെയ്തു. ഓക്കെ, എ ഡോട്ട് വിത്ഡ്രോ എന്ന് പറഞ്ഞാൽ എ എന്ന അക്കൗണ്ടിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനോടിടയ്ക്ക് പാരലലി ട്രാൻസാക്ഷൻ യു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അവർ ബാലൻസ് ഈക്വൽ ടു ബി ഡോട്ട് ഗെറ്റ് ബാലൻസ് എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, ബി ആദ്യം ടി ലോക്ക് ചെയ്തിരിക്കുകയാണ്. ട്രാൻസാക്ഷൻ ടി ബീനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു, വെയിറ്റ് ഫോർ ടീസ് ലോക്ക് ഓൺ ബി. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേഷൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, സിൻസ് ബി ഈസ് ലോക്ക്ഡ് ബൈ ട്രാൻസാക്ഷൻ ടി. അപ്പോൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യുക. ഇവിടെ എത്തിയപ്പോൾ ക്ലോസ് ട്രാൻസാക്ഷൻ അടിച്ചപ്പോൾ അൺലോക്ക് എ കോമ ബി, എയും ബിയും അൺലോക്ക് ചെയ്തു. അപ്പോൾ ഇനി ഇതിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അത് ലോക്ക് ചെയ്തു, അത് ബാലൻസ് സെറ്റ് ചെയ്തു. സി ആക്സസ് ചെയ്യുമ്പോൾ സി ലോക്ക് ചെയ്തു. ദെൻ അവിടെ ട്രാൻസാക്ഷൻ യു ക്ലോസ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അൺലോക്ക് ബി ആൻഡ് സി. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ locking is applied to serialized transactions. Now, exclusive locks. Serial equivalence requires that all of a transaction's accesses to a particular object be serialized with respect to access by other transaction. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യമാണ്. സീരിയലൈസ് ചെയ്യണം, ഒന്നിലധികം പേരെ ആക്സസ് ചെയ്യുന്നത് സീരിയലൈസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. All pairs of conflicting operations of two transactions should be executed in the same order. അതും നമ്മൾ പറഞ്ഞു നേരത്തെ. കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിൽ നമ്മൾ പറഞ്ഞിരുന്നു, കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ആണെങ്കിൽ എല്ലാ ഒബ്ജക്റ്റിലും ഒരേ ഓർഡറിൽ അവർ പെർഫോം ചെയ്യണം. So to ensure this, a transaction is not allowed any new locks after it has released a lock. അപ്പോൾ ഇത് ഉറപ്പുവരുത്താൻ വേണ്ടി, അതായത് സീരിയലൈസ് ചെയ്യുമ്പോൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക്, അങ്ങനെ ഒരു കൺസെപ്റ്റാണല്ലോ. അപ്പം ഒരു ട്രാൻസാക്ഷൻ ഇപ്പം ലോക്ക് ചെയ്ത് എക്സിക്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ഉടനെ അതിന് വീണ്ടും ലോക്ക് അക്യൂർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ന്യൂ ലോക്സ് ആഫ്റ്റർ ഇറ്റ് ഹാസ് റിലീസ്ഡ്. ഒരു ലോക്ക് റിലീസ് ചെയ്ത ഉടനെ പുതിയൊരു ലോക്ക് അക്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോക്ക് അക്യൂർ ചെയ്യുന്ന ഒരു ഫേസും റിലീസ് ചെയ്യുന്ന ഒരു ഫേസും ഉണ്ട്. അപ്പോൾ അതിന് പറയുന്ന ഫസ്റ്റ് ഫേസ് is a growing phase during which new locks are acquired, and the second phase where the locks are released is called a shrinking phase. Okay, അപ്പോൾ ലോക്സ് അക്വയർ ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും രണ്ട് ഫേസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെ പറയുന്നത് ടു ഫേസ് ലോക്കിംഗ് എന്നാണ്. ഫസ്റ്റ് ഫേസ് ഈസ് കോൾഡ് എ ഗ്രോയിങ് ഫേസ് ആൻഡ് ദ സെക്കൻഡ് ഫേസ് ഈസ് കോൾഡ് എ ഷ്രിങ്കിങ് ഫേസ്. അപ്പോൾ ടു ഫേസ് ലോക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ലോക്ക് ചെയ്യുക, റിലീസ് ചെയ്യുക, അത് രണ്ട് ഫേസിൽ നടക്കുന്നതിനെയാണ് ടു ഫേസ് ലോക്കിംഗ്. ഇനി സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് എന്താണെന്ന് വെച്ചാൽ
സ്ട്രിക്റ്റ് എക്സിക്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡേർട്ടി റീഡും പ്രിമച്വർ റൈറ്റും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രിക്റ്റ് എക്സിക്യൂഷൻ നടത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അണ്ടർ എ സ്ട്രിക്റ്റ് എക്സിക്യൂഷൻ റെജീം എ ട്രാൻസാക്ഷൻ ദാറ്റ് നീഡ്സ് ടു റീഡ് ഓർ റൈറ്റ് ആൻ ഒബ്ജെക്റ്റ് മസ്റ്റ് ബി ഡിലേഡ് until other transactions that wrote the same objects have committed or aborted. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. റീഡും റൈറ്റും ഡിലേ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അവിടെ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ ആ ഒബ്ജക്റ്റിൽ എന്തെങ്കിലും റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മിറ്റോ അബോട്ടോ ചെയ്തതിന് ശേഷം മാത്രമേ പുതിയ ട്രാൻസാക്ഷൻ പാരലലി ഉള്ള ട്രാൻസാക്ഷൻസ് അതിനെ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ശ്രമിക്കാവുള്ളൂ. ഓർ ഇറ്റ് മസ്റ്റ് ബി ഡിലേഡ് അൺടിൽ ദേ ഹാവ് കമ്മിറ്റഡ് ഓർ അബോട്ടഡ്. അപ്പോൾ അതാണ് സ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. To enforce this rule, any locks applied during the progress of a transaction are held until the transaction commits or aborts. അപ്പം നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ലോക്ക് ഹോൾഡ് ചെയ്ത് വെക്കും. എത്ര സമയം വരെ? ട്രാൻസാക്ഷൻ കമ്മിറ്റോ അബോട്ടോ ചെയ്യുന്നവരെ, അതായത് കാര്യത്തിലൊരു തീരുമാനമാവുന്നവരെ. ട്രാൻസാക്ഷൻ ഇവർ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കറിയാം ഡേർട്ടി റീഡും പ്രിമച്വർ റൈറ്റിനൊക്കെ പറ്റിയ പ്രശ്നം, നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ റീഡ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരങ്ങ് ട്രാൻസാക്ഷൻ അബോട്ട് ചെയ്തു. അപ്പം നമ്മൾ റീഡ് ചെയ്ത വാല്യൂവിന് വിലയില്ലാതെയായി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ലോക്ക് ചെയ്തു വെക്കും കമ്മിറ്റോ അബോട്ടോ ചെയ്യുന്നവരെ. അതിനെയാണ് പറയുന്നത് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ്. അപ്പോൾ സ്ട്രിക്റ്റ് എന്ന കൺസെപ്റ്റ് ടു ഫേസ് ലോക്കിങ്ങിൽ വന്നപ്പോൾ ദാറ്റ് ഇസ് കോൾഡ് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ്. നൗ റിഗാർഡിംഗ് two types of locks, read locks and write lock. ഒന്നുമില്ല, റീഡ് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്യുന്നതും. സോ ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു അഡോപ്റ്റ് എ ലോക്കിംഗ് സ്കീം ദാറ്റ് കൺട്രോൾസ് ദ ആക്സസ് ടു ഈച്ച് ഒബ്ജെക്ട് സോ ദാറ്റ് ദെയർ ക്യാൻ ബി സെവറൽ കൺകറൻറ്റ് ട്രാൻസാക്ഷൻസ് റീഡിങ് ആൻ ഒബ്ജെക്റ്റ്. നമുക്ക് നേരത്തെ അറിയാം, റീഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് റീഡ് ചെയ്യണതിന് മാത്രം പ്രശ്നമില്ല. ഓക്കെ, ഇപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ലോക്സ് ആണ് യൂസ് ചെയ്യുന്നത്, റീഡ് ലോക്സും റൈറ്റ് ലോക്സും. റീഡ് ഓപ്പറേഷന് മുന്നേ റീഡ് ലോക്ക് ഷുഡ് ബി സെറ്റ് ഓൺ ദ ഒബ്ജെക്റ്റ്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യാൻ പറ്റും, റീഡ് ലോക്കാണ് സെറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ. പക്ഷേ ബിഫോർ എ ട്രാൻസാക്ഷൻസ് റൈറ്റ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് എ റൈറ്റ് ലോക്ക് ഷുഡ് ബി സെറ്റ് ഓൺ ദ ഒബ്ജെക്റ്റ്. റൈറ്റ് ലോക്കാണ് സെറ്റ് ചെയ്തേക്കണമെങ്കിൽ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. Okay, so whenever it is impossible to set a lock immediately, the transaction must wait until it is possible to do so. A client's request is never rejected. ഇപ്പോൾ പെട്ടെന്ന് ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ട്രാൻസാക്ഷൻ വെയിറ്റ് ചെയ്യണം, ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യരുത്. റീഡ് ലോക്സ് ആർ സംടൈംസ് കോൾഡ് ഷെയർഡ് ലോക്ക്. ഷെയർഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നിലധികം പേർക്ക് ഒരേ സമയത്ത് റീഡ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വൈ റീഡ് ലോക്സ് ആർ ഓൾസോ റെഫേർഡ് ടു അസ് ഷെയർഡ് ലോക്സ്. നൗ conflict rules. If a transaction T has already performed a read operation on a particular object, then a concurrent transaction U must not write that object until T commits or aborts. അപ്പോൾ T ഒരു റീഡ് ഓപ്പറേഷൻ നടത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ യു ഒരിക്കലും റൈറ്റ് ആ ഒബ്ജക്റ്റിൽ റൈറ്റ് ചെയ്യരുത് അൺടിൽ T commits or അബോട്ട്സ്. അതാണ് ഫസ്റ്റ് റൂള്. ഇനി അടുത്ത റൂള്, ഇഫ് എ ട്രാൻസാക്ഷൻ T ഹാസ് ഓൾറെഡി പെർഫോംഡ് എ റൈറ്റ് ഓപ്പറേഷൻ ഓൺ എ പർട്ടിക്കുലർ ഒബ്ജെക്ട്, ദെൻ എ കൺകറൻറ്റ് ട്രാൻസാക്ഷൻ യു മസ്റ്റ് നോട്ട് റീഡ് ഓർ റൈറ്റ് ദാറ്റ് ഒബ്ജെക്ട് അൺടിൽ T commits or aborts. അപ്പോൾ ഇനി ഒരു ട്രാൻസാക്ഷൻ T റൈറ്റ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ വേറൊരു ട്രാൻസാക്ഷൻ റീഡും റൈറ്റും ചെയ്യരുത്. ഓക്കെ, അൺടിൽ T commits or aborts. അപ്പോൾ ഈ ഫിഗർ, ഈ ടേബിളിൽ ലോക്ക് കമ്പാറ്റബിലിറ്റി കാണിച്ചിട്ടുണ്ട്. ലോക്ക് ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന ലോക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. പുതിയ ലോക്ക് വരുമ്പോൾ അത് പറ്റുമോ ഇല്ലയോ എന്നാണ് ഈ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ലോക്ക് സെറ്റ് നൺ എന്ന് പറഞ്ഞാൽ ലോക്ക് ഒന്നും ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ റീഡ് വന്നാലോ? ഓക്കെ, റൈറ്റ് ഈസ് ഓൾസോ ഓക്കെ. ലോക്കൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ആർക്കും റീഡും റൈറ്റും ചെയ്യാം. നൗ ലോക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് റീഡാണെങ്കിൽ റീഡ് ലോക്ക് സെറ്റ് ചെയ്തേക്കുക. വേറൊരാൾ റീഡ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്താൽ ഇറ്റ്സ് ഓക്കെ, പ്രശ്നമില്ല. ബട്ട് ഇഫ് സമൺ ട്രൈസ് ടു റൈറ്റ്, വെയിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇഫ് വാട്ട് ഹാപ്പൻസ് ഇഫ് റൈറ്റ് ലോക്ക് ഈസ് സെറ്റ്, റീഡും വെയിറ്റ് ചെയ്യണം, റൈറ്റും വെയിറ്റ് ചെയ്യണം. ഓക്കെ, സോ അതാണ് കോൺഫ്ലിക്റ്റ് റൂൾസ്.
നൗ ലോക്ക് പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലോക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് ലോക്കാണ്. റീഡ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, മറ്റുള്ളവർക്ക് റീഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ലോക്ക് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് എ ലോക്ക് ടു എ സ്ട്രോങ്ങർ ലോക്ക്, ദാറ്റ് ഈസ് എ ലോക്ക് ദാറ്റ് ഈസ് മോർ എക്സ്ക്ലൂസീവ്. ഒരു ലോക്കിനെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് സ്ട്രോങ് ആക്കുന്നതിനെയാണ് ലോക്ക് പ്രൊമോഷൻ എന്ന് പറയുന്നത്. To read lock, the read lock allows other read locks, whereas write lock does not. Therefore, write lock is more exclusive than a read lock. നമുക്ക് തീർച്ചയായിട്ടും റീഡ് ലോക്ക് കുറച്ച് ഇതായിട്ടുള്ളതാണ്, പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ലോക്ക് റൈറ്റ് ലോക്കാണ്. ലോക്സ് മേ ബി പ്രൊമോട്ടഡ് ബിക്കോസ് ദ റിസൾട്ട് ഈസ് എ മോർ എക്സ്ക്ലൂസീവ് ലോക്ക്. കൂടുതൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ വേണമെങ്കിൽ ലോക്ക് പ്രൊമോട്ട് ചെയ്ത് മാറ്റാം. ഇറ്റ് ഈസ് നോട്ട് സേഫ് ടു ഡിമോട്ട് എ ലോക്ക് ഹെൽഡ് ബൈ എ ട്രാൻസാക്ഷൻ ബിഫോർ ഇറ്റ് കമിൻസ്. ഇപ്പോൾ റൈറ്റ് ലോക്ക് സെറ്റ് ചെയ്തേക്കണതിനെ താഴത്തേക്ക് കൊണ്ടുവന്ന് റീഡ് ലോക്കാക്കി ഒരിക്കലും സെറ്റ് ചെയ്യരുത് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, നൗ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ്, യൂസ് ഓഫ് ലോക്സ് ഇൻ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ്. വെൻ ആൻ ഓപ്പറേഷൻ ആക്ട്സ് ആൻ ഒബ്ജക്റ്റ് വിത്തിൻ എ ട്രാൻസാക്ഷൻ, അതിൽ പല കേസസ് ആണ് പറയുന്നത്. ഒരു ഓപ്പറേഷനിൽ ഒരു ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഓൾറെഡി ലോക്ക്ഡ്, ഇറ്റ് ഈസ് ലോക്ക്ഡ് ആൻഡ് ദ ഓപ്പറേഷൻ പ്രൊസീഡ്സ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് ലോക്ക് ചെയ്തിട്ട് ഓപ്പറേഷൻ പ്രൊസീഡ് ചെയ്യുക. ഇനി അടുത്ത കേസ്, ഇഫ് ദ ഒബ്ജക്റ്റ് ഹാസ് എ കോൺഫ്ലിക്റ്റിംഗ് ലോക്ക് സെറ്റ് ബൈ അനദർ ട്രാൻസാക്ഷൻ, ദ ട്രാൻസാക്ഷൻ മസ്റ്റ് വെയിറ്റ് അൺടിൽ ഇറ്റ് ഈസ് അൺലോക്ക്ഡ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ഓൾറെഡി ഒരു കോൺഫ്ലിക്റ്റിംഗ് ലോക്ക് വേറൊരു ട്രാൻസാക്ഷൻ സെറ്റ് ചെയ്തേക്കുകയാണെങ്കിൽ പുതിയ ട്രാൻസാക്ഷൻ വരുമ്പോൾ അവർ വെയിറ്റ് ചെയ്യണം അത് അൺലോക്ക് ചെയ്യുന്നവരെ. ഇനി if the object has a non-conflicting lock set by another transaction, the lock is shared and the operation proceeds. Non-conflicting ആയിട്ടുള്ള ലോക്കാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റീഡ് ലോക്കൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല, വേറൊരാൾ റീഡ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷനാണ്. അങ്ങനെയാണെങ്കിൽ ലോക്ക് ഷെയർ ചെയ്യാം, എന്നിട്ട് ഓപ്പറേഷൻ പ്രൊസീഡ് ചെയ്യാം. ഇഫ് ദ ഒബ്ജക്റ്റ് ഹാസ് ഓൾറെഡി ബീൻ ലോക്ക്ഡ് ഇൻ ദ സെയിം ട്രാൻസാക്ഷൻ, the lock will be promoted if necessary and the operation proceeds. അതായത് അടുത്തൊരു ട്രാൻസാക്ഷൻ വരുമ്പോൾ ആ ട്രാൻസാക്ഷനിൽ വേറൊരു ഓപ്പറേഷൻ വരുമ്പോൾ ഓൾറെഡി നമ്മുടെ ട്രാൻസാക്ഷൻ തന്നെ ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ഒബ്ജക്റ്റിനെ. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ആ ലോക്ക് പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ എക്സ്ക്ലൂസീവ് ലോക്കാക്കി മാറ്റാം. ഓക്കെ, then second thing is when a transaction is committed or aborted, the server unlocks all objects it locked for the transaction. And finally commit or abort ചെയ്യുമ്പോൾ സെർവർ എല്ലാ ലോക്സും അൺലോക്ക് ചെയ്യണം. ഓക്കെ, അതാണ് യൂസ് ഓഫ് ലോക്സ് ഇൻ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ്. നൗ റിഗാർഡിംഗ് നെസ്റ്റഡ് ട്രാൻസാക്ഷൻസ്, locking rules will be like this. Aim of locking scheme for nested transaction is to serialize access to objects so that each set of nested transaction is a single entity that must be prevented from observing the partial effects of any other set of nested transaction. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ സെറ്റ് ഓഫ് നെസ്റ്റഡ് ട്രാൻസാക്ഷനെയും അതിൻ്റെ പേരൻ്റ് ഒരു അറ്റോമിക് യൂണിറ്റ് ആയിട്ടാണ് കാണുന്നതെന്ന്. അപ്പോൾ ഓരോ സെറ്റും ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് വേറൊരു സെറ്റിനെ അതിനെ ഇടയ്ക്ക് ആക്സസ് ചെയ്യാൻ പറ്റരുത്. ഓക്കെ, അത് എന്ന് പറഞ്ഞാൽ അതാണ് പ്രിവെൻറ്റഡ് ഫ്രം ഒബ്സർവിങ് പാർഷ്യൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റരുത്. ഓക്കെ, ഇനി വേറൊരു ലെവലിൽ പറയുകയാണെങ്കിൽ ഇനി ഓരോ സെറ്റിൻ്റെ അകത്തെയും ഓരോ ട്രാൻസാക്ഷൻ, ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെവലിലുള്ള ഒരു ട്രാൻസാക്ഷൻസ് ഉണ്ട്, അതായത് ഒരു സബ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ T1, T11, T12, T13 എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റാണ്. ആ സെറ്റിനെ വേറൊരു സെറ്റ് ഇൻ്റർഫിയർ ചെയ്യരുത്. ഇനി ആ സെറ്റിനകത്തുള്ള ഒരു ട്രാൻസാക്ഷനും വേറൊരു ട്രാൻസാക്ഷനെ ഇൻ്റർഫിയർ ചെയ്യരുത്. അതാണ് സെക്കൻഡ് പോയിന്റ്. ഈച്ച് ട്രാൻസാക്ഷൻ വിത്തിൻ എ സെറ്റ് ഓഫ് നെസ്റ്റഡ് ട്രാൻസാക്ഷൻ must be prevented from observing partial effects of any other transactions in the set. അപ്പോൾ ഇത് രണ്ടുമാണ് നെസ്റ്റഡ് ട്രാൻസാക്ഷൻ്റെ ലോക്കിംഗ് റൂൾസ്. അപ്പോൾ ഇത്രയാണ് ബേസിക്സ് ഓഫ് ലോക്സ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് ഡെഡ് ലോക്സ് ആണ്. അപ്പോൾ ഈ പോയിന്റ് വരെ, ഇത്രയും ടോപ്പിക്ക് വരെ ആണ് സീരീസിനുള്ളത് കേട്ടോ. ലോക്കിംഗ് റൂൾസ് ഫോർ നെസ്റ്റഡ് ട്രാൻസാക്ഷൻ വരെയാണ് സീരീസിന് പഠിക്കേണ്ടത്. Okay, thank you.